ആശുപത്രികളിൽ ചികിത്സാ പിഴവെന്ന വാർത്തകൾ ആവർത്തിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇതാ കോഴിക്കോട് ബീറ്റ് ജനറൽ ആശുപത്രിയിലും ഗുരുതര ചികിത്സാ പിഴവുണ്ടായെന്ന ആരോപണം ഉയർന്നിരിക്കുന്നു. ബേപ്പൂർ നടുവട്ടം സ്വദേശിനിയുടെ തോളലിഞ്ഞിട്ട് കമ്പി എടുക്കാനെത്തിയ രോഗിയുടെ എല്ലൊടിച്ചെന്നാണ് പരാതി. തെരുവ് കച്ചവടം നടത്തുന്ന റാണി ഭായി ബീച്ച് ആശുപത്രി സൂപ്രണ്ടിനും വെള്ളയിൽ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. കിട്ടുന്നില്ലെന്നും പറഞ്ഞിട്ട് കൈക്ക് എന്തോ സാധനം വെച്ച് നല്ല അടിച്ചിരിക്കുന്നത്. 46-കാരിയായ ബേപ്പൂർ നടുവട്ടം സ്വദേശിനി റാണി ബായിക്ക് 1.5 വർഷം മുൻപാണ് അപകടത്തിൽ തോളലൊടിഞ്ഞത്. ഇത് ശരിയാവാൻ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് 1.5 വർഷം മുൻപ് തോളലിന് കമ്പിയിട്ടു. പൂർവ്വസ്ഥിതിയിലായ അസ്ഥി കമ്പിയൂരുന്നതിനിടെ നടത്തിയ ശസ്ത്രക്രിയയിലെ അപാകത മൂലം വീണ്ടും പൊട്ടിയെന്നാണ് പരാതി. ആ എക്സർ ഉപയോഗിച്ചാണ് ഓല് ഇനി എക്സർ വേണ്ട കൂടിന്ന് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞത്. പക്ഷേ 7-ാം തീയതി ഡിസ്ചാർജ് ആയി. അതിന് മുമ്പേ ഡോക്ടർ നിങ്ങൾക്കൊരു പൊട്ടുണ്ട്, ആ പൊട്ട് എങ്ങനെ വന്നേ, ഇല്ലാത്ത പൊട്ട് എങ്ങനെ വന്നേ, എന്തിനു വേണ്ടി എനിക്ക് 2 സർജറി ചെയ്ത് ഇപ്പോഴും എല്ല് പൊട്ടിയിട്ട് വേദന അനുഭവിച്ച് നടക്കുകയാണ് ഞാൻ. എൻ്റെ ഈ വിധി മറ്റൊരാൾക്കും വരരുത്, അത്രയ്ക്ക് പറയാനുള്ളൂ. ഡോക്ടർമാരെ അപാകതയാണ് എൻ്റെ ഈ കാരണപ്പം വന്നത്, വേദനയും പൊട്ടലൊക്കെ. അവർ പറഞ്ഞത് ഇത് ജോയിൻ്റ് ആയി ഉണ്ടാവില്ലെന്ന്. പക്ഷേ ജോയിൻ്റ് ആയതിന് തെളിവ് എൻ്റെ അടുത്തുണ്ട്. ESL എക്സ്റേ അവർ തന്നെ എഴുത്തുണ്ട് ESA എന്ന്. ഫറോക്ക് ESI ആശുപത്രിയിലെ പരിശോധനയ്ക്കും ബീച്ച് ആശുപത്രിയിലെ എക്സ്റേ പരിശോധനകൾക്കുമൊടുവിലാണ് കമ്പി പുറത്തെടുത്തത്. അതേസമയം തന്റെ രോഗാവസ്ഥയുടെ പുരോഗതി സംബന്ധിച്ച് ഇപ്പോൾ ഡോക്ടർമാർ ഒരു ഉറപ്പും നൽകുന്നില്ലെന്നും റാണി പറയുന്നു. ഒരു കമ്പി എടുക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഒരു കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് കൈക്ക് എന്തോ സാധനം വെച്ച് നല്ല അടിച്ചിരിക്കുന്നത്. അനസ്തേഷ്യ തന്നെ എനിക്ക് അത്രയും തരിപ്പുണ്ടായിട്ടും അങ്ങനെ വേദന അനുഭവപ്പെടുന്നതുകൊണ്ട് ഓല എന്തുകൊണ്ടാണ് അത് അടിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കണ്ണ് കെട്ടിയിട്ടുണ്ടായിരുന്നു. തെരുവ് കച്ചവടം നടത്തുന്ന ബേപ്പൂർ സ്വദേശിനി റാണി ബായ് ബീച്ച് ആശുപത്രി സൂപ്രണ്ടിനും വെള്ളയിൽ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. റാണി ബായിയുടെ പരാതിയിൽ അന്വേഷണം നടത്താൻ 3-അംഗ സംഘത്തെ നിയോഗിക്കുമെന്ന് ബീച്ച് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ശസ്ത്രക്രിയാ വിഭാഗത്തിലെ ഡോക്ടർമാരെ അടക്കം ഉൾപ്പെടുത്തിയാവും സംഘത്തെ രൂപീകരിക്കുക. ഈ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ബീച്ച് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി.